ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു 50 years എഗോ ഈ ഒരു ഇംഗ്ലീഷ് ഒരു ട്രൂ ഗ്ലോബൽ ലാംഗ്വേജായി മാറുമെന്ന് പറയുന്ന ആ ഒരു നോഷൻ തിങ്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു, അല്ലെങ്കിൽ ഒരു തിയററ്റിക്കൽ പ്രഡിക്ഷൻ മാത്രമായിരുന്നു. പക്ഷേ അന്ന് അത് വേഗമായിട്ടൊരു സംഭവമായിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് റിയാലിറ്റി ആയിട്ട് മാറുമായിരുന്നു. റിയൽ വേൾഡ് ലാംഗ്വേജ് ആയിട്ട് അത് പ്രസൻ്റ്ലി അത് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് നിൽക്കുന്നൊരു സമയം ആയി മാറിയേക്കാണ്. People in every part of the world feel its urgent role in their life. ഇംഗ്ലീഷിൻ്റെ ഒരു urgent role എല്ലാ ആൾക്കാർക്കും, എല്ലാ പാർട്ട് ഓഫ് വേൾഡിലുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന ഒരു സമയമാണിത്. ഫോർ എക്സാമ്പിൾ, അവർ അത് ഈ ലാംഗ്വേജിനെ എന്തൊക്കെ ടൈപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇൻഡീഡ് ഇറ്റ് ഇസ് എ വേൾഡ് ലാംഗ്വേജ് നൗ. ഇംഗ്ലീഷ് ആസ് എ വേൾഡ് ലാംഗ്വേജ് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് മാത്രമായിട്ടല്ല ഇംഗ്ലീഷ് ഉള്ളത്. ആ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജിൻ്റെ the notion of international language can be understood as a language which is used in any international communication which involves people from 2 or more countries. ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൺട്രീസ് നമ്മൾ സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇസ് എൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. പക്ഷേ അത് ഗ്ലോബൽ ലാംഗ്വേജ് അല്ല. ജാപ്പനീസ് അത് യൂസ് ചെയ്യുന്നത് ജാപ്പനീസ് പീപ്പിളും പിന്നെ ഒരു ജാപ്പനീസ് പീപ്പിളിൻ്റെ ട്രഡീഷൻ, പൊളിറ്റിക്കൽ പവേഴ്സ് ആൻഡ് ബിസിനസ് അതൊക്കെ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസസിലുള്ള ആൾക്കാരാണ് ഈ ജാപ്പനീസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഗ്രേറ്റ് നമ്പർ ഓഫ് ആൾക്കാർ വേറെ കോണ്ടെക്സ്റ്റിൽ അത് യൂസ് ചെയ്യുന്നില്ല. അതുതന്നെയാണ് അറബിക്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആസ് എൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അറബിക് ഇസ് നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ ഏരിയ ഇൻ വിച്ച് അറബ് പീപ്പിൾ ആർ ഡോമിനൻറ്റ്, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ എംപ്ലോയ്ഡ് വെൻ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അറബ്സ് ഇൻ അതർ പ്ലേസസ്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. പക്ഷേ എന്നാലും അറബിക് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് അറബ്സ്. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ലാംഗ്വേജസും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഈ ഒരു ഫാക്ടിലാണുള്ളത്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇതിലാണ് ആ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ്. ഇംഗ്ലീഷ് അത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതല്ല. അതും ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നതല്ല. അത് ഒരുപാട് പേര് എന്താ പറയുക ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, ഒരുപാട് പേര് ഫോറിൻ ലാംഗ്വേജസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് പീപ്പിളിനോട് മാത്രം സംസാരിക്കുന്ന ഒരു ലാംഗ്വേജുമല്ല ഇംഗ്ലീഷ്. ഡിഫറെൻറ്റ് നേഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ആൻഡ് മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജാണ് ബാക്കിയുള്ള കൺട്രീസ് ഇൻ ദ വേൾഡ് വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. സോ ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ്, ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിന് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പേര് കിട്ടുന്നത് അതിനൊരു സ്പെഷ്യൽ റോൾ ഉള്ളപ്പോഴായിരിക്കും. ആ റോൾ എല്ലാ കൺട്രിയും റെക്കഗ്നൈസ് ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെ ഒരു റെക്കഗ്നേഷൻ എല്ലാ കൺട്രിയിൽ നിന്നും കിട്ടുക എന്ന് പറയുന്നത് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ലാംഗ്വേജ് ഷുഡ് ബി സ്പോക്കൺ ആസ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ബൈ ദ പീപ്പിൾ ഇൻ ദ കൺട്രി. അങ്ങനെ എല്ലാവരുടെയും നിന്ന് റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ എന്നില്ല. ഈ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് സെക്കൻഡ് ആയിട്ട് ഫോറിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കും. ആ ഒരു ഗ്ലോബൽ ലാംഗ്വേജിൻ്റെ പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇൻ മോസ്റ്റ് പ്ലേസസ് ഇൻ ദ വേൾഡ്. അത്രയേ ഉള്ളൂ. അതിനെ പഠിക്കണം, അത് മാസ്റ്റർ ചെയ്യണം എന്നുള്ളത് പീപ്പിളിൻ്റെ ഒരു നീഡായിട്ട് അവർക്ക് ആ നീഡ് ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് എന്നൊരു കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് certain countries people speak it as a first language like USA, Canada, Britain, Ireland, Australia, New Zealand, South Africa and several Caribbean are among these 30 the territories that use English as the first language. പക്ഷേ ഇംഗ്ലീഷിന് ആ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് കിട്ടിയത് ഈ ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്റ്റേറ്റസ് കിട്ടിയത് മിയാലി ഈ കൺട്രീസ് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇംഗ്ലീഷ് അങ്ങനെ ഒരു വേൾഡ് ലാംഗ്വേജ് ആവാൻ കാരണം പീപ്പിൾ ഇൻ അതർ കൺട്രീസ് ഗിവ് എ സ്പെഷ്യൽ ക്രെഡൻസ് ടു ഇംഗ്ലീഷ്. ബാക്കിയുള്ള ഇത് സംസാരിക്കാത്തുള്ള ആ കൺട്രീസിലെ ആൾക്കാർ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ്. ഈവൻ ദോ ദി ഡോണ്ട് സ്പീക്ക് അറ്റ് എസ് എ ഫസ്റ്റ് ലാംഗ്വേജ്, അവരത് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും അവരതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ടാണ് അതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് ഇപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ESL അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് EFL, ഈ ഒരു സംഭവത്തിലൊക്കെ ഇംഗ്ലീഷിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടാണ് കിട്ടുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് വെച്ച് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഒരുപാട് പീപ്പിൾസ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും ഒഫീഷ്യൽ ലാംഗ്വേജും ആണ്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, നമ്മുടെ മെയിൻ ലാംഗ്വേജ് അല്ലെങ്കിലും ഒരു ലാംഗ്വേജ് ഓഫ് അഡ്മിനിസ്ട്രേഷനായിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ് സച്ച് ആസ് ഗവൺമെൻറ്, ലോ, കോർട്ടിൽ, മീഡിയയിൽ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട്. വിതിൻ 70 കൺട്രീസിൽ ഇംഗ്ലീഷിനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
അങ്ങനെ ഒരു സ്പെഷ്യൽ റോൾ ഇംഗ്ലീഷിന് കൊടുക്കുമ്പോൾ ഈ കൺട്രീസിലുള്ള ആൾക്കാർ ഈ ഒരു ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുക. പിന്നെ ആസ് എൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മേ ബി ദ വൺ ആൻഡ് ഓൺലി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓർ ഇറ്റ് മേ ഷെയർ ദ സ്റ്റേറ്റസ് വിത്ത് അതർ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ആ കൺട്രിയിലെ മെയിൻ ലാംഗ്വേജ് ആയിരിക്കണം എന്നില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ലൈക്ക് അവരുടെ മദർ ടങ് അതായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഒറ്റയ്ക്കും ഇരിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ് വേറെ ഒരു ലാംഗ്വേജിനെ കൂടെ ഷെയറും ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിൽ, സിംഗപ്പൂരിൽ, മലേഷ്യയിലൊക്കെ അങ്ങനെയാണ്. ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, പക്ഷേ അതേപോലെ ഹിന്ദി നമുക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണല്ലോ അങ്ങനെ. In the later version, English is usually spoken in a distant way, which is influenced by accompanying languages in territories. This resulted in the emergence of new varieties of English. The new varieties of English are called as New Englishes. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ലേറ്റർ വേർഷൻസിൽ ഇംഗ്ലീഷിന് കുറച്ചും കൂടെ ഡിസ്റ്റൻറ്റ് വേയിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ഒരു അക്കംനൈൻ ലാംഗ്വേജ്, ആ ഒരു ടെറിറ്ററിയിൽ സംസാരിക്കുമ്പോൾ ആ ഒരു അക്കംനൈൻ ലാംഗ്വേജും കൂടെ അതിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ ഒരു ഡിസ്റ്റൻറ്റ് വേയിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ആ ഒരു വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷിനെയാണ് നമ്മൾ ന്യൂ ഇംഗ്ലീഷസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഒരു ഫോറിൻ ലാംഗ്വേജിൻ്റെ കോൺസെപ്റ്റിൽ ഇംഗ്ലീഷിന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് ഒന്നുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് വിച്ച് ഇസ് മോസ്റ്റ്ലി ലൈക്ലി ടു ബി ടോട്ട് ടു ചിൽഡ്രൻ ആൻഡ് ലേൺഡ് ബൈ അഡൾട്ട്സ് ഫോർ വേരിയസ് റീസൺ. ഒരുപാട് കുട്ടികളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിക്കുന്നതും ഒരുപാട് അഡൾട്ട്സ് പല പല കാരണങ്ങൾ കൊണ്ട് പഠിക്കുന്നതുമായുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് കിട്ടിയിട്ട്, ഫോറിൻ ലാംഗ്വേജ് എന്നൊരു ഒഫീഷ്യൽ സ്റ്റേറ്റസ് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇപ്പോൾ മോർ ദാൻ 100 കൺട്രീസിൽ വൈഡ്ലി പഠിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ്, വൈഡ്ലി ടോട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇൻക്ലൂഡിങ് ചൈന, റഷ്യ, ജർമ്മനി, സ്പെയിൻ, ഈജിപ്ത്, ബ്രസീൽ, ഇന്തോനേഷ്യ, അവിടെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ദെൻ ഇതൊക്കെയാണ് ഒരു ഇംഗ്ലീഷിനെ ഒരു ലൈക്ക് ഒരു ഫേവേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റിയത്. ടു ബി ലേൺഡ്, ആ ഒരു ബിസിനസ്സിൻ്റെ, ട്രേഡിൻ്റെ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പെർസ്യൂട്ട്, കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ കോൺടാക്ട്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൺവീനിയൻസിനൊക്കെ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് നമ്മളങ്ങനെ പഠിക്കുന്നു. ദെൻ കാച്ച്റൂസ് എന്ന് പറയുന്ന ഒരാൾ ഒരു മോഡൽ ഇതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 സർക്കിളാണ്. അതിൽ ഫസ്റ്റ് സർക്കിളിൽ ഇന്നർ, സെക്കൻഡ് സർക്കിളിൽ ഔട്ടർ, അതിൻ്റെ മൂന്നാമത്തെ സർക്കിളിൽ എക്സ്പാൻഡിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഈ ഇംഗ്ലീഷിൻ്റെ യൂസ് ആസ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, അതാണ് കാച്ച്റൂയുടെ ഈ 3 കോൺസെൻട്രിക് സർക്കിൾ കൊണ്ട്, ആ ഒരു ഡയഗ്രാം കൊണ്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 3 സർക്കിൾസ് എന്ന് പറയുന്നത് നെയിംലി ദ ഇന്നർ, ഫസ്റ്റ് ഉള്ളിൽ ഇന്നർ, പിന്നെ അതിൻ്റെ ഔട്ടർ ആൻഡ് എക്സ്പാൻഡിങ് സർക്കിൾ, അങ്ങനെ 3 എണ്ണാണുള്ളത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നേറ്റീവ് സ്പീക്കർ ഓഫ് ഇംഗ്ലീഷ്, ESL ആൻഡ് EFL സ്പീക്കേഴ്സ് റെസ്പെക്റ്റീവ്ലി. നേറ്റീവ് സ്പീക്കറിൻ്റെ ഉള്ളിൽ ESL സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള രണ്ടാമത്തെ, EFL ഇംഗ്ലീഷ് ഇസ് ഫോറിൻ ലാംഗ്വേജ് മൂന്നാമത്. Okay, and the fact that English has become a global language raises a question as to why should it be English, why not another language? ഇതിനുള്ള ആൻസറിൽ നമുക്ക് കുറച്ച് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ആൻസർ പറയണം. Not on the historical background. Earlier area, English is spread from Britain to other territories, mostly through colonization. The first group of settlers from England came to American continent in search for a new land in which they expected to be able to purify their faith. അപ്പോൾ അവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെറ്റിലേഴ്സ് അമേരിക്കയിൽ വന്ന് വേറൊരു ലാൻഡിന് വേണ്ടി എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. The other group of English speaking people came to the continent ഫോർ ട്രേഡിങ്. ബാക്കി കുറച്ച് ആൾക്കാർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ആ ഇംഗ്ലീഷ് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആദ്യം. സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ് ഇംഗ്ലീഷ് റീച്ച് അമേരിക്കൻ കോണ്ടിനെൻറ്റ് വിച്ച് ദെൻ ഓൾസോ സ്പ്രെഡ് ടു സൗത്തേക്ക് പോയി, വെസ്റ്റ് ഇൻഡീസിൽ പോയി, സൗത്തൻ പാർട്ട് ഓഫ് ദ മെയിൻ ലാൻഡിലെത്തി, അങ്ങനെ പല പല ഭാഗത്തേക്ക് സ്പ്രെഡായി. പിന്നെ ബ്ലാക്ക് പോപ്പുലേഷൻ സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ലേവ്സിനെ ഷിപ്പ് ചെയ്ത് ലൈക്ക് അവരെ കൊണ്ടുവന്ന് ഷിപ്പ്ഡായി ചെയ്തിട്ടുണ്ടായിരുന്ന സ്ലേവ്സ് കാരണമാണ്. ബാർബറസ് കണ്ടീഷൻ ടു ദ കരീബിയൻ ഐലൻഡ്. അങ്ങനെയാണ് ആ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് പോപ്പുലേഷനിൽ ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. ദെൻ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ വക സ്ഥലങ്ങളിൽ പ്രിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് ആയിരുന്നു ഇംഗ്ലണ്ട്. ആ ഒരു കൺവിക്ട്സ് ഒക്കെ ഓവർ ക്രൗഡഡ് ആയപ്പോൾ ബ്രിട്ടീഷ് റൂളേഴ്സിന് ഒരു ഡിസ്റ്റൻറ്റ് പ്ലേസ് വേണമായിരുന്നു ഈ പ്രിസണേഴ്സിനെ എവിടെ കൊണ്ടെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഫ്രീ ആയിട്ടുള്ള കൺവിക്ട്സിനെ അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാൻഡ്സ് ആയിരുന്നു ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലത്തെ സ്ഥലങ്ങൾ. ബിസൈഡ്സ് ദാറ്റ് ഇംഗ്ലീഷ് പിന്നെ സ്പ്രെഡ് ആവുന്നത് കോളനൈസേഷനിലൂടെ ആയിരുന്നു. ട്രേഡിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലത്തെ കമ്പനികളൊക്കെ വന്ന് ഏഷ്യ, ആഫ്രിക്ക പോലത്തെ രാജ്യങ്ങളിലൊക്കെ നേറ്റീവ് പീപ്പിൾസിനെ അവർ കൊളനൈസ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ട്രേഡിംഗ് ഓഫ് ചേഞ്ച് ഇൻ ടു കൊളനൈസേഷൻ വെൻ ബ്രിട്ടീഷ് റൂളേഴ്സ് സപ്പോർട്ടഡ് ട്രേഡേഴ്സ് ബൈ സെൻഡിങ് ദം സോൾജേഴ്സ്. അങ്ങനെ ട്രേഡേഴ്സിന് പറഞ്ഞ് സോൾജേഴ്സിനെ അയച്ച് അങ്ങനെയാണ് അവർ ലൈക്ക് ആ ഒരു കൊളനി ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. The major parts of Africa, especially South Africa and Asia, example India and Malaysia, അതൊക്കെ ആ ഒരു ഡയറക്റ്റ് റൂൾ ഓഫ് ബ്രിട്ടൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പീപ്പിളിനെ അതുകൊണ്ട് അത് പീപ്പിൾസ് ബൈലിംഗുവൽ ആയി മാറി. ഇംഗ്ലീഷ് അവർ നേറ്റീവ് പീപ്പിളിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
അവർ ഓക്യുപ്പൈ ചെയ്ത ടെറിറ്ററിയിലൊക്കെ അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് ആയിരുന്നു. ആൻഡ് അത് പഠിപ്പിച്ച ഒരു ബെസ്റ്റ് മോട്ടിവേഷൻ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം ആ ഒരു മോട്ടീവ് വെച്ചിട്ടൊന്നുമല്ല, അവർക്ക് ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് നെസസറി ഫോർ ദ ബ്രിട്ടീഷ് ടു ടീച്ച് ഇംഗ്ലീഷ് ത്രൂ ഔട്ട് ദ വൈഡ് സ്പ്രെഡ് എംപയർ ബിക്കോസ് ദേ നീഡ് പീപ്പിൾ ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ് ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ ദാറ്റ് ദ സോൾജേഴ്സ് കുഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ആൻഡ് സോ ദാറ്റ് എ സിവിൽ സർവീസ് ഷുഡ് ബി ഡെവലപ്ഡ് ടു മെയിൻറ്റെയിൻ സിവിൽ ഓർഡർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. Okay. Then in addition to the motivation of direct ruling of the territories by British rulers, the teaching of English at the times was also done with the Christianizing urge. പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡിലൂടെയും ഇംഗ്ലീഷ് എല്ലാവരുടെയും എത്തിയെന്ന് പറയുന്നുണ്ട്. ആൻഡ് മിഷനറീസ് അവർ ത്രൂ ഔട്ട് ദി എംപയർ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈക്ക് നോട്ട് ഓൺലി എൻഗേജിങ് ഇൻ സേവിങ് ദ സോൾ ബട്ട് ഇൻ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷ് ആ ഒരു വഴിയിലൂടെയും സ്പ്രെഡ് ആയിട്ടുണ്ട്. ദെൻ ഇംഗ്ലീഷ് ഒരു മോഡേൺ ഡിസിപ്ലിൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ബിഗാൻ ടു ഓഫർ എൻ എഡ്യൂക്കേഷണലി ഇമ്പോർട്ടൻറ്റ് ട്രെയിൽ ടു ദ പ്രസ്റ്റീജ് വിച്ച് ഹാഡ് ഇംപ്ലാന്റഡ് ഇൻ ക്ലാസിക്സ് ഡ്യൂറിങ് ദ ഏർലി ഡെക്കേഡ്സ് ഇൻ 20th century. ആ ഒരു ക്ലാസിക്സിലൂടെയൊക്കെയുള്ള ഒരു ആക്സസ് ഈ ഇംഗ്ലീഷിൽ ഉണ്ട്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. And at that time, some people observed that the classics were getting worn out in some sense, and the plan to introduce English language and literature at Oxford would give life to it. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലാസിക് സാധനങ്ങളൊക്കെ നശിച്ചു പോകണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ലിറ്ററേച്ചറിനെ ഓക്സ്ഫോർഡിലൂടെ അതിനൊരു ജീവൻ നൽകുകയായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ബാക്കിയുള്ള ലാംഗ്വേജസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡും ഈ ഇംഗ്ലീഷിൻ്റെ ഡോമിനേഷൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കൂടിയാണ്. ആ ഒരു പ്രസ്റ്റീജിയസ് പൊസിഷൻ ഓഫ് ഇംഗ്ലീഷ് അത് ആ ഒരു എന്താ പറയുക ഒരു ഇന്നേജ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ കൊണ്ട് വന്നിട്ടുള്ള സംഭവങ്ങളല്ല. ഒരു ആസ് എ ലാംഗ്വേജ് അതിനൊരു ഇൻട്രസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒന്നും ഇല്ല. പീപ്പിളിനെ അട്രാക്ട് ചെയ്ത് അവരെ ഇതിനെ പഠിപ്പിക്കാൻ അവരെ മാസ്റ്റർ ചെയ്യാനൊന്നും അങ്ങനത്തെ ക്വാളിറ്റീസ് ഒന്നും ഇല്ല. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആയി അത് കോംപ്ലിക്കേറ്റഡ് ആണ് പഠിക്കാനെന്നുള്ളത് കൊണ്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു റെക്കഗ്നീഷൻ കിട്ടും. ഒരു അക്കാഡമിക് എൻവയൺമെൻറ്റിൽ ഒരു ലൈക്ക് ഒരു എന്താ പറയുക ഒരു എക്സ്പോഷർ കിട്ടും, റെക്കഗ്നിഷൻ കിട്ടും എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അത് പഠിച്ചുകൊണ്ട് വരുന്നത്. ആൻഡ് ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ തന്നെ ആ ഒരു അക്കാഡമിക് എൻവയൺമെൻറ്റിൽ ഇംഗ്ലീഷിന് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ ടൈം എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പീക്കേഴ്സ് അവർ അതിനെ ത്രൂ ഔട്ട് ദ വേൾഡ് സ്പ്രെഡ് ചെയ്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. പിന്നെ പറയണത് പ്രൊമോഷൻ ഓഫ് ഇംഗ്ലീഷ് ബൈ ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് US which is called as ഫിലിപ്സൺ ആസ് എ ന്യൂ ഇന്റർനാഷണൽ ക്രസേഡ്. അതിലൂടെ സ്പ്രെഡ് ആയത് ഈ ഫിലിപ്സൺ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബ്രിട്ടീഷ് കൗൺസിൽ ഹാസ് ബീൻ ദ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ ഫോർ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് വേൾഡ് വൈഡ്. ആ ഒരു ബ്രിട്ടീഷ് കൗൺസിൽ ആ ഒരു ഫിലിപ്സൺ പറഞ്ഞതാണ് ബ്രിട്ടീഷ് കൗൺസിലാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാരണം ഈ ഇംഗ്ലീഷ് വേൾഡ് വൈഡ് സ്പ്രെഡ് ആവാന്ന്. ഹി ഓൾസോ ബിലീവ് ദാറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് കൗൺസിൽ വാസ് ദ ഇന്റൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഫോറിൻ ഓഫീസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ പ്രൊപ്പഗാൻഡ. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷ് കൗൺസിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിനായിരുന്നു? ആ ഒരു ബ്രിട്ടീഷ് ഫോറിൻ ഓഫീസിന് ആ ജർമ്മൻ ആൻഡ് ഇറ്റാലിയൻ പ്രൊപ്പഗാൻഡയെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദിസ് സിംബലൈസസ് ഓഫ് ലിംഗ്വിസ്റ്റിക് പ്രൊമോഷൻ വിത്ത് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ദെൻ ഇൻവൈറ്റഡ് റോയൽ സപ്പോർട്ട്. അപ്പോൾ അത് ആ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊമോഷന് കാരണമായി ഒരു പൊളിറ്റിക്കൽ ബെനിഫിറ്റ് വെച്ചിട്ടാണെങ്കിലും അവസാനം അത് റോയൽ സപ്പോർട്ട് വരെ എത്തിയ ഒരു സംഭവമായിരുന്നു. ആൻഡ് പിന്നെ ഇംഗ്ലീഷ് കോൺട്രിബ്യൂഷൻ ടു ആർട്സ് ആൻഡ് സയൻസ് ആൻഡ് ടു ദ പൊളിറ്റിക്കൽ പ്രാക്ടീസ് ഇതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളാണ്. ആൻഡ് ഈ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊപ്പഗാൻഡ പോലെ US ഓൾസോ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഇംഗ്ലീഷ് വേൾഡ് വൈഡ്. USന്റെ കോൺട്രിബ്യൂഷൻ വാസ് മാർക്ഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് ടു ഫിലിപ്പീനോസിന് ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരായിരുന്നു. അമേരിക്കൻ ടെക്സ്റ്റ് ബുക്സ് ആണ് ഫിലിപ്പീനോസ് യൂസ് ചെയ്യുന്നത് ആസ് എ മീഡിയം ഓഫ് സ്റ്റഡി. ഈവൻ ദ മാസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഹസ് ബിക്കം ദ സ്റ്റാൻഡേർഡ് ഓഫ് ബീങ് എഡ്യൂക്കേറ്റഡ് എമംഗ് ദം. ആ ഒരു ഇംഗ്ലീഷ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എഡ്യൂക്കേറ്റഡ് ആണെന്നൊരു കോൺസെപ്റ്റ് വരെ അവരുടെ ഉള്ളിൽ വരാൻ കാരണമായി. ആസ് എ റിസൾട്ട് ഈ ഫിലിപ്പീനോസ് അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് 1946 അവർക്ക് കിട്ടിയതിന് ശേഷവും അവർ ഫോറിൻ തിയറീസും മെത്തേഡ്സ് ഒക്കെ സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ വേൾഡ് വാർ ഒരുപാട് കൺട്രിക്ക് അവരുടെ പവർ ലോസ് ആയിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. വാസ് ദി ഓൺലി ബിഗ് വെസ്റ്റേൺ പവർ ദാറ്റ് റിമെയിൻഡ് അൺഡാമേജ്ഡ് എഡ്യൂക്കേഷണലി സയൻറ്റിഫിക്കലി ആൻഡ് പൊളിറ്റിക്കലി. ബാക്കി എല്ലാവരും വേൾഡ് വാറിന് ശേഷം തകർന്ന് ഇല്ലാതെ ആയിക്കായിരുന്നു. ദോർഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരാണ് അലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വേൾഡിനെ റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യുണൈറ്റഡ് നേഷൻ്റെ ക്രിയേഷനും കാര്യങ്ങളൊക്കെ കൂടെ അവരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇംഗ്ലീഷ് വാസ് ദെൻ വൺ ഓഫ് ദ 4 ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ UN. അപ്പോൾ UN സംസാരിക്കുന്ന 4 ലാംഗ്വേജിലൊന്നായിരുന്നു ഇംഗ്ലീഷ്. ആൻഡ് അതൊരു സ്ട്രോങ്ങർ സ്റ്റേറ്റസിന് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം. മേ ബി അതിന് ശേഷം ഇംഗ്ലീഷിനൊരു ബെറ്റർ സ്റ്റേറ്റസ് പൊളിറ്റിക്കൽ വേൾഡിൽ കിട്ടിയത് കോയിൻസിഡൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം ഈ ഒരു കമ്പ്യൂട്ടർ എറയും കൂടെ വന്നപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജുകളിലായിരുന്നു. ആൻഡ് ഔട്ട്പുട്ട് വേണം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജുകളിലായിരുന്നു.
അപ്പോൾ അതിന്നും ഒരു റെക്കഗ്നീഷനാണ് ഇംഗ്ലീഷിനും കിട്ടിയത്. ദെൻ ഇംഗ്ലീഷ് ആ ഒരു സയൻസ് അതിൻ്റെ അല്ലെങ്കിൽ ഈ ടെക്നോളജി കമ്പ്യൂട്ടറൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. ആൻഡ് ഇപ്പോഴും 80-85% ഓഫ് ഓൾ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക് ഇൻഫർമേഷൻ എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. ഈ ഫാക്ട്സ് ഒക്കെ ആണ് ഈ ഇംഗ്ലീഷിനെ ഗ്ലോബലി സ്പ്രെഡ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പ്രസന്റ് ടൈമിൽ ഈ ഇംഗ്ലീഷിൻ്റെ സ്പ്രെഡ് ഇസ് നോട്ട് സപ്പോർട്ടഡ് ബൈ US ആൻഡ് യുണൈറ്റഡ് കിങ്ഡം ബട്ട് ഓൾസോ ബൈ അതർ കൺട്രീസ്. അവർ മാത്രമല്ല ബാക്കി കുറേ കൺട്രീസും ഇതിന് സ്പ്രെഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് വിച്ച് ആർ കോൾഡ് കോർ എന്ന് വിളിക്കപ്പെടുന്ന കൺട്രീസ്, ഇന്നർ സർക്കിൾ ആയിട്ടുള്ള കൺട്രീസ് ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, ഇതെല്ലാം ഇംഗ്ലീഷ് വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആവാൻ അതിനെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ എന്താ പറയുക ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറച്ച് കൺട്രീസാണ് ആ കോറിൽ. Australia founded the Australian Overseas Service Bureau, OSB, and Australian Agency for International Development, OSAID. The Canadian government established the Canadian International Development Agency. Even some non-English speaking countries also take part in this activity. For example, Swedish government അവരുടെ ഒരു സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതുകൊണ്ട് ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ആ ഒരു ലാംഗ്വേജിനെ സ്പ്രെഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആ ഒരു സെവറൽ കൺട്രീസിൽ മേജർ കൺസേൺ ആയിട്ടൊരു സംഭവമാണ്. ബിക്കോസ് ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡിനൊക്കെ ആ കൺട്രിയിൽ ബാലൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷാണ്. അതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ദാൻ 30 years ഇംഗ്ലീഷ് ഹാസ് ബിക്കം എ ബോൾഡ് community, although ironically the teachers of English, especially the non-natives, have been poorly paid. Okay, അപ്പോൾ വേൾഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഭാഗമായിട്ട് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വലിയ ഫണ്ടൊന്നും കൊടുക്കുന്നില്ല. Its masters, Great Britain, the US, Australia, Canada, and New Zealand built such a popular enterprise of ELT. As an enterprise, the teaching English worldwide has a significant contribution to its own owners. Our owners are a significant contribution. Thousands of young, inexperienced US citizens, just they can afford a foreign travel while teaching English in distant countries. Where is their mother tongue? Or issues just because they are native, അങ്ങനെ കിട്ടുന്നല്ല. ലൈക്ക് അവർ നേറ്റീവ് ആയതുകൊണ്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നില്ല. എന്നാലും അവർക്ക് ആ ഒരു ലാംഗ്വേജ് കയ്യിലുണ്ടാവും. ദേ വിൽ ബി മോർ ബാഡ്ലി നീഡഡ്. In addition to the income gained by the citizen for teaching English, ഈ കൺട്രീസ് ഒക്കെ കുറച്ചും കൂടെ ടെക്നോളജി വെച്ചിട്ട് ബെനിഫിറ്റഡ് ആണ്. ടെക്നോളജി ഹിയർ റെഫേഴ്സ് ടു ടെക്നിക്സ്, മെത്തഡോളജീസ്, പ്രൊസീജിയേഴ്സ്, അതൊക്കെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ എല്ലാ സംഭവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടെക്നോളജീസ്, മെറ്റീരിയൽസ്, ഫെസിലിറ്റീസ് ഇതെല്ലാം ഇപ്പോൾ ഏറെക്കുറേയും ഇംഗ്ലീഷിലാണ്. ഒരുപാട് പബ്ലിഷേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ അത് സപ്പോർട്ടിങ് ഈ ടേപ്പ് റെക്കോർഡ്, CD ROM, കാസ്റ്റഡ്സ്, അന്നത്തെ സാധനങ്ങളൊക്കെ, പണ്ടത്തെ സാധനങ്ങളൊക്കെ, ഇതൊക്കെയും ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഫംഗ്ഷനിലാണ് ഉണ്ടായിരുന്നത്. വീഡിയോ ടേപ്സ്, സ്ലൈഡ് പ്രൊജക്ടേഴ്സ്, ഓവർഹെഡ് പ്രൊജക്ടർ, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യായിരുന്നു ഈ പ്രോസസ്സിനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ സ്പ്രെഡ് എന്തായിരുന്നു? ഇറ്റ് ജനറേറ്റ്സ് മണി ആൻഡ് ഇറ്റ് അട്രാക്ട്സ് പീപ്പിൾ ഇൻ മെനി അതർ കൺട്രീസ് ടു ഫോളോ ദ സ്യൂട്ട് ടു ടീച്ച് ഇംഗ്ലീഷ് ഫോർ ഫിനാൻഷ്യൽ റീസൺ. ദെൻ കമ്മ്യൂണിറ്റിയോട്ട് ഒരു പുതിയ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പുതിയ ബെറ്റർ ലൈഫാണ് ആ ഒരു ലാംഗ്വേജ് കാരണം അവിടെ അച്ചീവ് ചെയ്യുന്നത്. ആ പീപ്പിളിനെ ആ ഒരു ലാംഗ്വേജ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലൈക്ക് ഒരു എഫെക്ഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒരു ഡിഫറെൻറ്റ് ബെറ്റർ ലൈഫ് സ്റ്റൈലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഇംഗ്ലീഷിനൊരു ഡിസ്റ്റൻറ്റ് പ്ലേസ് കിട്ടിയപ്പോൾ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറുകയാണ് ചെയ്താൽ എല്ലാവർക്കും അത് മാസ്റ്റർ ചെയ്യാനുള്ള ഒരു അട്രാക്ഷൻ കിട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അവിടെ ഡോമിനേറ്റ് ചെയ്യായിരുന്നു ബാക്കിയുള്ള ലോക്കൽ ലാംഗ്വേജസിനെ നോക്കുമ്പോൾ. ആൻഡ് അതുകൊണ്ട് പല ലാംഗ്വേജസും ഡിസപ്പിയർ ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. 3 ഫാക്ടേഴ്സാണ് ഈ ഒരു ലോസ് ഓഫ് ലാംഗ്വേജ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ, ലാംഗ്വേജ് ട്രാൻസ്ഫർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് അവരുടെ മദർ ചങ്കിനെ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിനെ ഷെയർ ചെയ്യാതെ വേറൊരു ലാംഗ്വേജിനെ ഷെയർ ചെയ്യുമ്പോൾ മറ്റേ അവരുടെ ഓൺ ലാംഗ്വേജ് ഡൈ ആണ് അവർ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഇസ് നോ ലോങ്ങർ എ കീ ഇൻ കമ്മ്യൂണിക്കേഷൻ. അതൊരിക്കലും ലൈക്ക് സർവൈവ് ചെയ്യില്ല. അതിന് എന്തായാലും ആൾക്കാർ മറക്കും. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റിയാണ്. കമ്മ്യൂണിറ്റി വിച്ച് ഇസ് അൺസ്റ്റേബിൾ ഇസ് റിസ്കി ടു എ ലാംഗ്വേജ് ടു ഡിസീസ്. ആ ഒരു കമ്മ്യൂണിറ്റി അൺസ്റ്റേബിൾ ആണെങ്കിൽ ഒരു ലാംഗ്വേജിന് അവിടെ സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ദെൻ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. യുഗ്ലോസ്ലാവിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോമൺ ലാംഗ്വേജ് ആയിരുന്നു സെർബോ കൊറേഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ജിനോസൈഡിന് ശേഷം സെർബോ കൊറേഷ്യൻ അവർ യൂസ് ചെയ്യാതെയായി. ഈ സെർബ്സ് അവരുടെ സെർബിയൻ യൂസ് ചെയ്തു, ക്രോവാറ്റ്സ് അവരുടെ ക്രോഷ്യൻ യൂസ് ചെയ്തു, ബൊസാനിയൻസ് അവരുടെ ബൊസാനിയൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സെർബോ കൊറേഷ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു ലാംഗ്വേജ്, ഒരു കോമൺ ആയിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ലാംഗ്വേജ് മരിക്കുന്നത്.
ദെൻ അതേപോലെ അപ്പോൾ പ്രസൻസ് ഓഫ് ഇംഗ്ലീഷ് ഗ്ലോബലി എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ലാംഗ്വേജ് മരിക്കാനുള്ള കാരണം. വേറെയും കുറേ ഫാക്ടേഴ്സ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വോർ, റെവല്യൂഷൻ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അർബനൈസേഷൻ, ഇതൊക്കെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു ഡെത്തിന് കാരണമാവും. ആ ഒരു പോപ്പുലേഷൻ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, റീലൊക്കേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ആ ഒരു ലാംഗ്വേജ് ഇല്ലാതെയാവുകയാണ് ചെയ്യണത്. ആൻഡ് അറബിക്, ചൈനീസ്, ഫ്രഞ്ച് ഇതൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്, ഇംഗ്ലീഷ് മാത്രമല്ല. അപ്പോൾ ഇങ്ങനത്തെ ലാംഗ്വേജ് സ്പ്രെഡ് ആവുന്നതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് അവരിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഏവിയേഷൻ, ടൂറിസം, ബാങ്കിങ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ സർട്ടൻ ലാംഗ്വേജ് ആണ് അവർ ചൂസ് ചെയ്യാൻ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സൈഡ് ലൈൻഡ് ആയിട്ട് കുറച്ച് ലാംഗ്വേജ് മാറിപ്പോവും. അത് മേ ബി എക്സ്റ്റെൻഡും ആവും. ആൻഡ് ഇംഗ്ലീഷ് മാത്രമാണ് കോഴ്സ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഈ ലാംഗ്വേജിൻ്റെ ഡെത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഗ്ലോബൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു നോഷൻ, ഈ ഗ്ലോബലൈസേഷൻ എന്നൊരു ടേം പോലെയുള്ള ഒരു സംഭവമാണ് ഗ്ലോബൽ ഇംഗ്ലീഷ്. അത് ഒരു എന്താ പറയുക ഹോമോജനൈസിങ് പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അവിടെ ലൈക്ക് ഒരു ഡൊമിനൻറ്റ് ലാംഗ്വേജ് ആണ് ഉള്ളത്. ഇംഗ്ലീഷിനെ നമുക്ക് വേണമെങ്കിൽ ഡൊമിനൻറ്റ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ആ ലോക്കൽ ലാംഗ്വേജിനെയൊക്കെ ഓവർ ചെയ്യുന്ന ഒരു ഡൊമിനൻറ്റ് ലാംഗ്വേജ് ആയിട്ട്. ആൻഡ് ഈ ലാംഗ്വേജ് ആൻഡ് അതർ ലാംഗ്വേജ്, അല്ലെങ്കിൽ സെൻറ്റർ പെരിഫറി റിലേഷൻഷിപ്പ്, നേറ്റീവ് സ്പീക്കർ ആൻഡ് നോൺ നേറ്റീവ് സ്പീക്കർ, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇംഗ്ലീഷ്, നോൺ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഇംഗ്ലീഷ്, ഇങ്ങനത്തെ കുറേ ടേംസ് ഒക്കെ നമുക്ക് ആ ഒരു ഇംഗ്ലീഷിനെ ഒരു സബ്ജക്റ്റ് ആയിട്ടും ബാക്കിയെല്ലാം മിയർ സ്പെക്ടേറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഒരു മിയർ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം എന്നൊരു തോട്ടാണ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷ് ഒരു ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണ്. ബാക്കി അതർ ലാംഗ്വേജസും അതേപോലെ തന്നെയാണ്. വിച്ച് അതർ ലാംഗ്വേജസ് ഓൺലി കോംപ്ലിമെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് കൺസിഡർ ചെയ്യുന്നവരും ഉണ്ട്. നേറ്റീവ് പീപ്പിൾ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള നേറ്റീവ് പീപ്പിൾസിന് ഇംഗ്ലീഷ് സ്പ്രെഡ് ആവുന്നത് ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ അല്ല എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇനിയിപ്പോൾ അല്ല, വേറെ ഒരു നേറ്റീവ് സ്പീക്കർ അല്ലാത്ത ആൾ ആ ഒരു ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ദേ വിൽ ബി പ്രൗഡ്, ബിക്കോസ് അത്രയും ഗ്ലോബലി സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് പഠിച്ചു എന്നുള്ള ഒരു പ്രൗഡ് അവർക്ക് ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക നേറ്റീവ് സ്പീക്കറിന്. ബിക്കോസ് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടത് പഠിക്കാൻ, ഒരു ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരുടെ ലാംഗ്വേജ് അവിടെ എന്താ പറയുക താഴ്ന്നു പോകുന്നു. ആൻഡ് ഇംഗ്ലീഷ് ഈസ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദം എന്നുള്ള കാര്യം അവർക്കൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നാം. ഓക്കെ, ദെൻ അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ടു എ നോൺ നേറ്റീവ് സ്പീക്കർ എന്നാണ് പറയണത്. ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ സംസാരിക്കുന്ന സ്പീക്കേഴ്സൊക്കെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരെയായിരുന്നു മോഡലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ ഈ ഇംഗ്ലീഷിൻ്റെ ഡിമാൻഡൊക്കെ കൂടുന്നതുകൊണ്ട് ദർ വിൽ ബി ടെൻഡൻസി ദാറ്റ് ദി ഔട്ടർ സർക്കിൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഔട്ടർ സർക്കിൾ, ആ ഔട്ടർ സർക്കിൾ അവർ ഇന്നർ സർക്കിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും നമുക്ക് കാണാൻ പറ്റും. ആ ഒരു എക്സ്പാൻഷൻ, ആ സർക്കിളിൽ ഒരു എക്സ്പാൻഷൻ അവിടെ ഉണ്ടാവും ഫ്യൂച്ചറിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പാൻഡിങ് സർക്കിൾ അത് ഔട്ടർ സർക്കിളിലോട്ട് മൂവും ചെയ്യും. ഓക്കെ, സോ ഒരു സർക്കിളിൽ എത്തുന്ന ആ സ്റ്റേജിൽ അവർക്ക് മനസ്സിലാവും ഈ ട്രെൻഡ്സൊക്കെ ചേഞ്ച് ആവണം. ആസ് സച്ച് ദേ ഡു നോട്ട് വോണ്ട് ടു മാസ്റ്റർ ബൈ ഇംഗ്ലീഷ് എനി മോർ എന്നൊരു കോൺസെപ്റ്റ് അവർക്ക് വരും. ഇൻസ്റ്റെഡ് ദേ വിൽ മാസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് മേക്ക് ഇറ്റ് സബ്മിറ്റ് ടു ദെയർ വിൽ. അങ്ങനത്തെ ഒരു ചേഞ്ച് ആയിരിക്കും ഫ്യൂച്ചറിൽ ഇനി ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഈ ഔട്ടർ സർക്കിൾ ദേ വിൽ ബിക്കം ഇൻക്രീസിംഗ്ലി കോൺഷ്യസ് ദാറ്റ് ദേ ഡു നോട്ട് ഹാവ് ടു ഓൾവേസ് യൂസ് ഇംഗ്ലീഷ് ഇൻ ദ വേ പീപ്പിൾ ഇൻ ദ ഇന്നർ സർക്കിൾ യൂസ് ഇറ്റ്. ആ ഒരു നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരാൻ തുടങ്ങും. ആൻഡ് ഔട്ടർ സർക്കിളിലുള്ള പീപ്പിൾസ് അവർ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് കൂടും ആൻഡ് അവർക്ക് വേണ്ട രീതിയിൽ അവർ സംസാരിക്കും. അങ്ങനെയായിരിക്കും ആ ഒരു ഫ്യൂച്ചർ ഓഫ് ഗ്ലോബൽ ഇംഗ്ലീഷിനെ കാണുന്നത്. ഓക്കെ, ലോക്കൽ ആക്സെൻറ്റിൽ ഇംഗ്ലീഷിനെ സംസാരിക്കുന്നതിനെ നമ്മൾ ഒരു ലോക്കൽ ലൈക്ക് ആ ഒരു ലോക്കൽ സ്റ്റൈൽ, ഒരു ലോക്കൽ മീനിങ് ഒക്കെ ആണ് പറയുന്നത്. ഗ്ലോക്കൽ എന്നൊരു മീനിങ് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു ഗ്ലോക്കൽ ലാംഗ്വേജ് ഫിനോമിന കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ഇംഗ്ലീഷ് ഹാസ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ സ്റ്റേറ്റസ് ഇൻ ഗ്ലോബൽ സ്പ്രെഡ്, അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ലോക്കൽ ഐഡൻറ്റിറ്റീസ് ഓഫ് ഇറ്റ്സ് സ്പീക്കേഴ്സാണ്. ദ ഗ്ലോബൽ ഇംഗ്ലീഷ് is then spoken in various accents which are regarded as equal to the accent of others in inner circle. അപ്പോൾ ഒരു ഗ്ലോബൽ ഇംഗ്ലീഷ് ആണെന്നുള്ളതുകൊണ്ട് വേരിയസ് ആക്സെൻറ്റിനും ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. ഓക്കെ, കച്ചാറൂടെ ഉണ്ടായിരുന്ന ഒരു 3 കോൺസെൻട്രിക് സർക്കിൾസ് അത് ഇനി മേ ബി അപ്ലൈ ചെയ്തൊന്നും വരില്ല. സൈഡ് ബൈ സൈഡ് നിൽക്കുന്ന ഒരു ഗ്രഡോൾ എന്ന് പറയുന്ന ആളുടെ ആയിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് ദ ഫ്യൂച്ചർ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഇറ്റ് സ്പീക്കർ. അതിലെന്തായിരുന്നു മറ്റേതിൽ 3 സർക്കിൾ ആണെങ്കിൽ ഇത് ഒരു 3 സർക്കിൾ അടുത്തടുത്ത് അങ്ങനെ. അതിൽ ആദ്യത്തിൽ ഒരു 375 മില്യൺ L1 സ്പീക്കേഴ്സ് ഉണ്ടാവും. അതേപോലെ ഒരു 375 മില്യൺ L2 സ്പീക്കേഴ്സ് ഉണ്ടാവും. ഒരു 750 മില്യൺ ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് സ്പീക്കേഴ്സും ഉണ്ടാവും. ലാംഗ്വേജ് 1 ആയിട്ട് സംസാരിക്കുന്നവർ, 2 ആയിട്ട് സംസാരിക്കുന്നവർ, 3 ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷെ അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക, അല്ലാണ്ട് വേറെ വേറെ ആയിട്ടല്ല.
Okay, English as an international language will stand side by side with local languages. ഒരു international language എന്നുള്ളത് local languageൻ്റെ കൂടെ side by side ആയിട്ട് നിൽക്കും. It entails the use of English which is suited to local taste. Local language യൂസിന് വേണ്ടിയിട്ടും international communication വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. Chinese might be used in South East Asian country as a language used for international meeting for communication. അപ്പോൾ അതേ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നവർ ചൈനീസ് യൂസ് ചെയ്യും. Okay, this tendency arises from the awareness of people in the outer and expanding circle that they should remain in their own language while making use of English. ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, പക്ഷെ അവർക്ക് അവരുടെ ലാംഗ്വേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നപ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ ഒരു ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ഇംഗ്ലീഷിന് ഒരു റോൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് ഷുഡ് കോമ്പീറ്റ് ആൻഡ് പോസിബിളി ലിവ്സ് ഇൻ ഹാർമണി വിത്ത് ദ ലോക്കൽ ലാംഗ്വേജ് മെയിൻറ്റെയിൻ ബൈ ദ സ്പീക്കേഴ്സ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.